JDS കേരള ഘടകം രൂപീകരിക്കുന്ന പുതിയ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ സമയം നിശ്ചയിച്ച ദില്ലി ഹൈക്കോടതി അടുത്ത മാസം 7-നകം തീരുമാനമെടുക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. JDS കേരള നേതൃത്വം 11 പേരുകൾ കൈമാറിയിട്ടുണ്ട്. കേരള ജനതാദൾ, സോഷ്യലിസ്റ്റ് ജനത, ജനതാ പാർട്ടി എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്നാണ് ആവശ്യം. അപേക്ഷ സമർപ്പിച്ച് 1 വർഷമായിട്ടും തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് JDS കോടതിയെ സമീപിച്ചത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ കോടതിയെ സമീപിച്ച ശേഷം കോടതി ഒരു സമയം നിശ്ചയിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരികയാണ്. ഈ സമയത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസ് MLA-യും നേതൃത്വം നൽകുന്ന JDU-വിന് കേരളത്തിൽ ഒരു പേരോ പാർട്ടിക്ക് ചിഹ്നമോ കൊടിയോ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ അവർ നിൽക്കുകയാണ്. അപ്പോൾ പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ഒരു അപേക്ഷ കഴിഞ്ഞ ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയെങ്കിലും അതിൽ നടപടിക്രമങ്ങളൊന്നും വലിയ രീതിയിൽ മുന്നോട്ട് പോയുമില്ല. ഈ സമയത്താണ് ഡൽഹി ഹൈക്കോടതിയെ ഈ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച ആളുകൾ സമീപിച്ചത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പും ആ സമയത്ത് പാർട്ടിക്കുണ്ടാകുന്ന പ്രശ്നവും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി നൽകിയത്. അതിലിടപെട്ട ഡൽഹി ഹൈക്കോടതി ഒക്ടോബർ 7-നകം ഇവരുടെ പരാതിയിൽ ഇവർ നൽകിയ അപേക്ഷയിൽ ഒരു തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുകയാണ്. 11 പേരുകളാണ് കേരളത്തിലുള്ള നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത്. അതിലൊരു പേരായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുക. നിലവിൽ നേരിട്ട് ഇവിടെ പാർട്ടിയുടെ അംഗത്വമുള്ള നേതാക്കൾ ആരുമല്ല പുതിയ പാർട്ടിക്ക് വേണ്ടി സമീപിച്ചിരിക്കുന്നത്. ചിറ്റൂരിലുള്ള ഇവരുടെ പാർട്ടി അനുഭാവികളെ വെച്ചിട്ടാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. പുതിയ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും ജോസ് തെറ്റയിലും അടക്കമുള്ള നേതാക്കൾ ആ പാർട്ടിയിൽ ലയിക്കുകയായിരിക്കും ചെയ്യുക. അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെയും MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും അടക്കം പോകുന്നതിനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടിട്ടാണ് അത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നത്. സ്മൃതി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.